സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MP രംഗത്ത് വരികയാണ്. ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തതെന്നും ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ബാധകമാണെന്നുമാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറഞ്ഞു വെച്ചത്. രാഹുൽ വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും അതിനു മുകളിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നുമാണ് മാധ്യമങ്ങളോട് ഷാഫി പ്രതികരിച്ചത്. പാർട്ടിയുടെ ഐക്യവും ശക്തിയും ഉറപ്പാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഷാഫി ആഹ്വാനം ചെയ്തു. സ്റ്റേജിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഷാഫിയെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് പിടിക്കുന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. അതിനോട് വ്യക്തമായ മറുപടി ഷാഫി നൽകിയും കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പാർട്ടി എടുത്ത തീരുമാനം ഐക്യകണ്ഠേന എന്നാണ് നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അറിയിച്ചത്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ പാർട്ടി ഗൗരവപരമായിട്ടാണ് കാണുന്നത്. ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കോൺഗ്രസ് പാർട്ടി ഒരേ സ്വരത്തിൽ എടുത്ത തീരുമാനമാണെന്നും കോൺഗ്രസ് നിയമസഭാ കക്ഷി സ്ഥാനവും രാഹുൽ ഉണ്ടാകില്ല എന്നും സണ്ണി ജോസഫ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് ഇതുവരെയും പരാതികൾ ലഭിച്ചിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ രാജി എന്ന ആവശ്യത്തിൽ യുക്തിയില്ല എന്നും KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. CPM-നോ BJP-ക്കോ ഇത്തരത്തിൽ രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായി അവകാശമില്ല എന്നും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഷൻ വിവരം കേരളത്തോട് വിളിച്ചു പറഞ്ഞത്. സ്ത്രീകളുടെ ആത്മാഭിമാനം കണക്കിലെടുത്തുള്ള തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 6 മാസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു. ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ കടുത്ത ക്ഷതമേൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ടീമിൽ വേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനം എന്നാണ് അറിയാൻ കഴിഞ്ഞതും. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്ന് വനിതാ നേതാക്കൾ പരസ്യമായി നിലപാട് അറിയിച്ചു. എത്രയും വേഗം രാജിവെപ്പിക്കണമെന്നായിരുന്നു മുതിർന്ന നേതാക്കന്മാരുടെ ആവശ്യം. രാജിക്കായി മുറവിളി ഉയർന്നുവെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന നിയമോപദേശം KPCC-ക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ കളത്തിലിറങ്ങാൻ പോലും ആകില്ല എന്നും BJP ജയിക്കുമെന്നും നേതൃത്വം ഭയന്നു. ഈ സാഹചര്യം രാജി ആവശ്യപ്പെട്ട നേതാക്കൾക്കും ബോധ്യപ്പെട്ടു. എന്നാൽ ഗുരുതര സാഹചര്യം നേരിടാൻ ഇപ്പോൾ എടുക്കാവുന്ന കടുത്ത നടപടി വേണമെന്നും ധാരണയിലെത്തി. രാജി വേണ്ട എന്ന് വാദിച്ചവരും പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനത്തോട് യോജിച്ചു. രാജി ആവശ്യപ്പെടുന്ന എതിരാളികളോട് സമാന ആരോപണങ്ങളിൽ അവർ കൈക്കൊണ്ട സമീപനം പറഞ്ഞ് നേരിടുകയാണ് കോൺഗ്രസ്. പാർട്ടി മുമ്പാകെ പരാതിയും തെളിവും ഇല്ലാത്തതിനാൽ അന്വേഷണമില്ല എന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയത് കൊണ്ട് തന്നെ നിയമസഭയിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിപ്പിടം മാറ്റണമെന്ന സ്പീക്കർക്ക് കത്ത് നൽകുന്നതിനെക്കുറിച്ചും മുന്നണി കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കും. ഷാഫിയുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അതെല്ലാവർക്കും ബാധകമാണ്. ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. KPCC-യുടെ അഭിപ്രായം KPCC പ്രസിഡന്റ് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ മേലെ വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ എന്താ പറയേണ്ടത്?